ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. വസ്തുനിഷ്ഠമായിട്ട് ഈ വിഷയങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷൻ അവിടെ സന്ദർശിച്ച് തെളിവ് എടുക്കുന്ന സന്ദർഭത്തിൽ അതിനോട് സഹകരിക്കാൻ ബഹുമാന്യനായ ഡയറക്ടർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ അതുകൊണ്ട് കഴിഞ്ഞില്ല. രണ്ടാമത്തെ കമ്മീഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ കൂടെ അഭിപ്രായ പ്രകാരം നിയോഗിച്ച കമ്മീഷനാണ്. ആ കമ്മീഷനിലെ രണ്ട് വ്യക്തികളും ഭരണരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അനുഭവ സമ്പത്തുള്ള വളരെയധികം നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന ഭരണാധികാരികളായിട്ട് പ്രവർത്തിച്ചവരാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരാൾ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു, മറ്റേയാൾ ന്യൂവാൽസിന്റെ വൈസ് ചാൻസലറായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും ഭരണപരിചയമുള്ള രണ്ടുപേരെയാണ് ഈ വിഷയത്തിനായിട്ട് നിയോഗിച്ചത്. അവരും ബഹുമാന്യനായ ശങ്കർ മോഹനുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചത്. അപ്പൊ ആ നിലയിൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ രണ്ടും ലഭ്യമായിട്ടും ഗവൺമെന്റായിട്ട് അതിലൊരു നടപടി സ്വീകരിക്കുകയോ ആരെയെങ്കിലും നീക്കം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കമ്മീഷൻ റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും തന്നെ പത്രമാധ്യമങ്ങളിലൂടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ വന്നു എന്നുള്ളതിനെ മുൻനിർത്തി ബഹുമാന്യനായ ശ്രീ ശങ്കർ മോഹൻ രാജിവെച്ചൊഴിയുകയാണ് ഉണ്ടായത്. സർക്കാർ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള യാതൊരു നടപടികളിലേക്കും കടന്നിട്ടുണ്ടായിരുന്നില്ല. കമ്മീഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായി എന്നുള്ളത് ശരിയാണ്. വാസ്തവത്തിൽ ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലേക്ക് ഗവൺമെന്റ് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഗവൺമെന്റായിട്ട് ആരെയും ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നില്ല. കമ്മീഷനെ അടൂർ വിമർശിക്കുന്നു. കമ്മീഷൻ അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഒപ്പം ഈ ശങ്കർ മോഹനെ കമ്മീഷൻ അപമാനിച്ചു എന്നടക്കം പറയുന്നു. കമ്മീഷൻ അങ്ങനെ അപമാനിക്കുന്ന ആളുകളൊന്നല്ല അവര് നിരവധി ആളുകളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വളരെ പരിപക്വമായിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളാണ്. നിങ്ങൾക്ക് എവർക്കും അറിയാവുന്നവരാണ്. കമ്മീഷൻ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഇപ്പോൾ പറഞ്ഞത് അവർക്ക് ചലച്ചിത്ര പഠനത്തിന്റെ മേഖലയിൽ അറിവില്ല എന്നുള്ളതാണ്. അവര് ചലച്ചിത്ര പഠനത്തിന്റെ മേഖല മാത്രമല്ലല്ലോ, അതൊരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണല്ലോ. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധ്യാപക വിദ്യാർത്ഥി മാനേജ്മെന്റ് ബന്ധം, ഈ മൂന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള ബന്ധം ഏതു വിധത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തികഞ്ഞ ധാരണയുള്ളവരാണ് ആ കമ്മീഷൻ അംഗങ്ങളായിരുന്ന രണ്ടുപേരും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അവർ നൽകിയിട്ടുള്ളത്. അത് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം ഉലച്ചു കളയുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അവർക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ടായിക്കൂടാ എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള ഒരു നിലപാട്. അപ്പൊ അതെ, അങ്ങനെ ആ നടപടിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായും കമ്മീഷൻ റിപ്പോർട്ടുകൾ ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള കണ്ടെത്തലുകളാണ് രണ്ട് റിപ്പോർട്ടിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊന്നും പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെ രാജി സമർപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് നമ്മളതിനെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിന്റെ മറുപടിയല്ല. അതിനു മുൻപ് തന്നെ രാജിവെക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ച് പുറത്താക്കിയതല്ല. രാജിവെക്കാനുള്ള തീരുമാനം അദ്ദേഹം സ്വയം സ്വീകരിച്ചതാണ്. പിന്നെ ബഹുമാന്യനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം തന്നെയാണ്. യാതൊരു തർക്കവും ആ കാര്യത്തിൽ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ സെൻസിറ്റീവാണ് വിഷയം എന്നുള്ളത് കൊണ്ട് ശ്രദ്ധാപൂർവം അവധാനതയോടുകൂടി മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ബഹുമാന്യനായ മുഖ്യമന്ത്രി എപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ആലോചിക്കാതെയാണ് വിദ്യാർത്ഥികൾക്ക് സമരസംഘീകരണത്തിൽ ചില ഉറപ്പുകൾ നൽകിയാണ് അദ്ദേഹം ആലോചിക്കുകയുണ്ടായത്. അങ്ങനെയാണോ? വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയത് ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഉറപ്പുകളൊന്നും അല്ലല്ലോ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഏവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന പരാതി പരിഹാര സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് ആർക്കെങ്കിലും എതിർക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യാർത്ഥികള്
അവരുടെ ഡയറക്ടർ രാജിവെക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് പ്രധാനമായിട്ട് ഉയർത്തിയിരുന്നത്. അദ്ദേഹം സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോയപ്പോൾ പിന്നെ അവർക്ക് ആ വിഷയം പിന്നെ നിൽക്കുന്നില്ലല്ലോ, അത് പ്രസക്തമല്ലാതാവാണ്. പിന്നെ മറ്റു കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് പരാതികൾ ഉണ്ടാവുമ്പോൾ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം ഇത്യാദി കാര്യങ്ങളാണ്. അതൊക്കെ തീർച്ചയായും വേണ്ടതാണല്ലോ. ഈ ഡയറക്ടർ ചെയർമാൻ പറയുന്നതിനപ്പുറം വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിഷയങ്ങൾ കുറച്ച് കഴമ്പുണ്ടെന്ന് സർക്കാർ വിശ്വസിക്കുന്നുണ്ട്. കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ഉള്ളടക്കം ഏതാണ്ട് ശരിയാണെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ അവകാശമുള്ളൂ. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് തന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള രാജ്യം പ്രതിഷേധ രാജ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പ്രതിഷേധ രാജ്യ സർക്കാർ എങ്ങനെയാണ്? ആരോടുള്ള പ്രതിഷേധത്തിന്റെ പേരിലായിരിക്കും? അത് സർക്കാരിനോട് പ്രതിഷേധിക്കേണ്ടുന്നതായിട്ടുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടെ സമ്മതപ്രകാരമാണ് ഈ 2 കമ്മീഷൻ അംഗങ്ങളെ നിയോഗിച്ചത്. അവര് കേരളീയ സമൂഹത്തിൽ വളരെ സ്വീകാര്യതയുള്ള, ഭരണരംഗത്ത് വിദ്യാഭ്യാസ മേഖലയിലും ഭരണ മേഖലയിലും വളരെയധികം പരിണതപ്രജ്ഞരായിട്ടുള്ള, അനുഭവസമ്പന്നരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അവരൊരിക്കലും ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെയോ ശ്രീ ശങ്കർ മോഹനെയോ മനഃപൂർവ്വം ദ്രോഹിക്കണമെന്ന മനോഭാവമുള്ളവരല്ല. പ്രശ്നങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഇരുന്നു കൊണ്ട് നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മീഷന്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്. അതേ അടൂർ തന്നെ പറയുന്നത് ഈ ശങ്കർ മോഹൻ വിദ്യാർത്ഥികളോട് വളരെ മനുഷ്യത്വപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാർത്ഥികൾ പല സന്ദർഭങ്ങളിലും അതിനു മുൻപും പല പരാതികളും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പം പറയുന്നില്ല, നമ്മളാളല്ല. പക്ഷേ വിദ്യാർത്ഥികളുടെ വിശ്വാസം ആർജിക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ സമരം നടത്തുമ്പോൾ, ചലച്ചിത്രമേള ഇവിടെ നടക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾക്ക് താമസ സൗകര്യം നിഷേധിച്ചു എന്നുള്ളത് വളരെ വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ്. പെൺകുട്ടികളടക്കം, ചെറിയ കുട്ടികളാണ് അവർ, അത്ര വലിയ ആൾക്കാരൊന്നുമല്ല. ആ കുട്ടികൾ അനാഥമായ നിലയിലായത് ശരിയായില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു അധ്യാപികയായിരുന്ന അനുഭവം വെച്ച് പറയാനുള്ളത്. നട്ടപ്പാതിരയ്ക്ക് കുട്ടികൾ ആലമ്പമില്ലാതെ റോട്ടിൽ ഇരിക്കേണ്ട സ്ഥിതി ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീട് ഞങ്ങൾ ഇടപെട്ടതിന് ശേഷമാണ് കുട്ടികൾക്ക് താമസ സൗകര്യം ലഭിച്ചത്. അപ്പം അത്തരം കാര്യങ്ങളിൽ വിശ്വാസത്തിന്റെ ഒരു കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാജി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആരോട്? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആലോചിച്ച് ചെയ്യൂ. രാജി സ്വീകരിച്ച് അനന്തര നടപടികൾ സ്വീകരിക്കുക എന്ന് എഴുതിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജി ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. പുതിയ ചെയർമാനെ സംബന്ധിച്ചുള്ള ആലോചനയിലേക്ക് കടന്നു? അതൊന്നും കടന്നിട്ടില്ല. രാജിയുടെ കാര്യം മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് സ്വീകരിക്കണം വേണ്ടത് തീരുമാനിക്കും. അത് രാജി സ്വീകരിച്ചതിന് ശേഷം ഇനി അനന്തര നടപടികൾ സ്വീകരിക്കുക എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഒരു കാര്യം അടൂരേക്ക് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ സമരത്തിന് പിന്നിൽ ആരാണെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അത് സർക്കാർ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? ബഹുമാനപ്പെട്ട ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഈ നാടിന് വേണ്ടപ്പെട്ട ആളാണ്. നമ്മുടെ കേരളത്തിന്റെ പ്രശസ്തി ലോകമാകെ വിനിമയം ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ നിലയിലുള്ള ഒരു പരിഗണനയും ബഹുമാനവും സ്നേഹവും ഒക്കെ നമുക്ക് അദ്ദേഹത്തോടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും അതും നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമുള്ളൂ. ശങ്കർ മോഹൻ പോയതോടുകൂടി അരാജകത്വത്തിലേക്ക് വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമെന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അരാജകത്വം ഇല്ല. അവിടെ വിദ്യാർത്ഥികളാണുള്ളത്. നല്ല മിടുക്കരായ വിദ്യാർത്ഥികളാണ്, സർഗധനരായ വിദ്യാർത്ഥികളാണ്, മത്സര പരീക്ഷയിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. സിനിമ പ്രവർത്തകരാകണം എന്നുള്ള ആ ഒരു വളരെ അഭിനിവേശം കൊണ്ട്, ചലച്ചിത്രത്തോടുള്ള അഭിനിവേശം കൊണ്ട് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ സർഗാത്മകത സ്വച്ഛന്തമായിട്ട് വികസിക്കാനുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടാവേണ്ടത്. അനാർക്കിസൊന്നും അവിടെ ഇപ്പം ഇല്ല. ഈ സ്ഥാപനത്തിന് ഏറ്റവും നല്ല നിലയിൽ ലോകോത്തര സ്ഥാപനമായിട്ട് തന്നെ വളർത്താനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. അതിനുള്ള പിന്തുണയാണ് മാധ്യമ സുഹൃത്തുക്കളൊക്കെ നൽകേണ്ടത്. ഡയറക്ടറുടെ വീട്ടിൽ ജോലിക്ക് നിർത്തുന്ന പ്രവണത തീർത്തും ശരിയല്ലെന്നും ആവർത്തിക്കില്ലെന്നും മന്ത്രി സമരം ഒത്തുതീർന്നെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അടൂർ പറഞ്ഞത് അത് ഗവൺമെന്റ് ഔദ്യോഗിക വസതിയാണ്, അവിടെ ജോലിക്ക് നിർത്തും, ജോലിക്ക് ആളെ പറഞ്ഞയച്ചിട്ടില്ല എന്നാണ്. എന്താണ് അത് പരിശോധിക്കാം. ഞാൻ പറഞ്ഞതിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻവലിക്കണമെന്ന് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്
ഇപ്പൊ ആ സ്ത്രീകൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. അപ്പൊ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലിക്കാരായ അവര് വീട്ടിൽ പോയി പണിയെടുക്കേണ്ടതില്ല എന്നാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. അപ്പൊ ഈ സമരത്തിൽ അടൂർ ഗോപാലകൃഷ്ണനാണോ കള്ളം പറയുന്നത്? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്യണമെന്നില്ല ഈ കാര്യത്തില്. എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗുണമേന്മയെ തന്നെയാണ് ഉദ്ദേശം ലക്ഷ്യം വെക്കുന്നത്. അല്ല, അടൂർ പറയുന്നത് ഈ സ്ഥാപനത്തെ ഞാൻ ഒരു പുതിയ നയത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചപ്പോഴാണ് തനിക്കെതിരെ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അങ്ങനെ ആരെങ്കിലും പെരുമാറോ? എല്ലാവരും സ്ഥാപനത്തിന്റെ നന്മയെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. സ്ഥാപനം ഉന്നതിയിലേക്ക് പോയാൽ കുട്ടികൾക്കല്ലേ അതിന്റെ ക്രെഡിറ്റ്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരമല്ലേ ഉയരുക. അതിൽ അവർക്ക് താല്പര്യമല്ലാതിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. ആരും കള്ളം പറയുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അവരവരുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ് സംസാരിക്കുക. അവരവരെ രൂപപ്പെടുത്തിയ ആ സന്ദർഭം അനുസരിച്ചാണ് ഓരോരുത്തരുടെയും ആശയങ്ങൾ പുറത്തേക്ക് വരിക. അത്രയേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ആരും ബോധപൂർവം തെറ്റായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മോശമായി പ്രവർത്തിക്കുക, കള്ളം പറയുകയൊന്നും ചെയ്യണില്ല. എല്ലാവരും സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവരെ രൂപപ്പെടുത്തിയ ആ സന്ദർഭത്തിന്റെ കാര്യങ്ങൾ അവരുടെ അബോധത്തിൽ പ്രവർത്തിക്കും ഏവരുടെയും. ശങ്കർ മോഹനും അടൂരും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതോടെ അവിടെയുള്ള കുട്ടികളുടെ ഭാവിയിൽ ആശങ്കയുണ്ട് എന്നാണ് അടൂർ പറയുന്നത്. ചലച്ചിത്ര മേഖലയില് വൈദഗ്ധ്യമുള്ളവര് വേറെയും ഉണ്ടല്ലോ നാട്ടില്. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ശരിവെക്കുകയാണ് സർക്കാർ. അന്വേഷണ കമ്മീഷനോട് ശങ്കർ മോഹൻ സഹകരിച്ചില്ല. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ശങ്കർ മോഹൻ ചില മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വിവാദങ്ങളെ തുടർന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത്. സർക്കാരായിട്ട് ആരോടും രാജി ആവശ്യപ്പെട്ടിട്ടില്ല. പരിപക്വമായ അന്വേഷണ കമ്മീഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്വേഷണ കമ്മീഷൻ ശങ്കർ മോഹനെ അടക്കം അപമാനിച്ചു എന്ന് അടൂർ പറഞ്ഞ നിലപാടുകളെ, ആരോപണങ്ങളെ തള്ളുകയും ചെയ്തിരിക്കുകയാണ് മന്ത്രി ആർ ബിന്ദു. ഏവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഉറപ്പുകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത്. അവരുടെ സമരം ന്യായമായി തന്നെ തോന്നി എന്നുള്ള നിലപാടാണ് സർക്കാരിനും ഉള്ളത്. അതിൽ വിമർശനത്തിന്റെ ആവശ്യമില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കമ്മീഷൻ റിപ്പോർട്ടിൽ അംഗീകരിക്കുന്നതായും മന്ത്രി പറയുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാർ വീട്ടിൽ പോയി ജോലി ചെയ്യേണ്ട എന്നത് തന്നെയാണ് മന്ത്രി എന്നുള്ള നിലയിലും തന്റെ വ്യക്തിപരമായ രീതിയിലുമുള്ള അഭിപ്രായമെന്നും മന്ത്രി ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ ശങ്കർ മോഹൻ രാജിവെച്ചതോടുകൂടി ക്യാമ്പസിൽ അരാജകത്വം സംഭവിക്കുന്നു. ഇത്രത്തോളം വൈവിധ്യമുള്ള ഒരു വ്യക്തി ആ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഒഴിയുന്നതോടുകൂടി സ്ഥാപനം വളരെ മോശമായ നിലയിലേക്ക് പോകും. അത്തരത്തിൽ നശിക്കാൻ പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ അമരത്ത് ഇരിക്കാൻ താല്പര്യമില്ല എന്നതടക്കമാണ് രാജിവെച്ചത് അറിയിച്ചുകൊണ്ടുള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ ആ നിലപാടുകളോടും ആ ആരോപണങ്ങളോടും ആ പരാമർശത്തോടുമെല്ലാം തന്നെ മന്ത്രി ആർ ബിന്ദു വിയോജിക്കുകയാണ്. ശങ്കർ മോഹനേക്കാൾ വൈവിധ്യമുള്ള ആളുകൾ സമൂഹത്തിലുണ്ട്, ചുറ്റുമുണ്ട്. അവരിൽ ആരെങ്കിലും ആ പദവിയിലേക്ക് എത്തും. ക്യാമ്പസിൽ ഇപ്പോൾ ഒരു തരത്തിലുമുള്ള അരാജകത്വം നിലനിൽക്കുന്നില്ല. വളരെ മിടുക്കരായ വിദ്യാർത്ഥികളാണ് ക്യാമ്പസിൽ ഉള്ളത്. അവിടുത്തെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ മാന്യമായി, വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഒരു വിഷയം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, പരാതികൾ പരിഹരിക്കാൻ ഒരു സമിതി വേണമെന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു പരാതി പരിഹാര സെല്ല് അവിടെ രൂപീകരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കി കഴിഞ്ഞു. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി അവരുടെ പഠനത്തിന് സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നന്ദകുമാർ വിശദാംശങ്ങൾ നൽകും. നന്ദു, എന്തായാലും അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളെ ശരിവെക്കുകയാണ് സർക്കാർ. വിശദാംശങ്ങൾ.
തീർച്ചയായും പ്രത്യേകിച്ച് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അന്വേഷണ കമ്മീഷൻ എന്താണോ പറഞ്ഞത് അക്കാര്യങ്ങൾ ശരിവെക്കുക തന്നെയാണ് ഇപ്പോൾ മന്ത്രി R ബിന്ദുവിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ച് തന്നെയാണ് റിപ്പോർട്ടുകൾ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും അത് സത്യസന്ധമായി ഉണ്ട് എന്ന് മന്ത്രി ബിന്ദു തന്നെ ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടൂർ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കും എന്നും മന്ത്രി R ബിന്ദു മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് ഡയറക്ടറായിരുന്ന ശങ്കർ മോഹനെതിരെയും സർക്കാർ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല. അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോയി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടൂർ പറഞ്ഞ ഇത്തരത്തിൽ അപമാനിച്ചു വിട്ടു എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല എന്നും മന്ത്രി R ബിന്ദു പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയത് അത് ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല. കാരണം ജാതി വിവേചനം അടക്കമുള്ള കാര്യങ്ങൾ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അപ്പോഴൊക്കെ തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനമല്ല സർക്കാർ സ്വീകരിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി R ബിന്ദു പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ആ ഒരു വാക്കുകൾ എന്തായാലും സർക്കാരിനെതിരെ തിരിയുമെന്ന ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ സർക്കാർ അന്വേഷിക്കാതെ പ്രത്യേകിച്ച് ഈ സമരത്തിന് പിന്നിൽ അന്വേഷണം നടത്തണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ കൃത്യമായി അത് പഠിച്ച് തന്നെയാണ് തീരുമാനമെടുത്തത് തന്നെയാണ് മന്ത്രി R ബിന്ദുവും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയിലേക്ക് നിൽക്കുന്നത് ആ ഒരു സ്ഥാപനം തന്നെയാണ്. കാരണം അടൂർ ഗോപാലകൃഷ്ണന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ഏത് തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിലും ഇപ്പോൾ സർക്കാർ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണ രാജി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അക്കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി R ബിന്ദു പറയുന്നത്. ആര്യ. നന്ദൻ, അതേസമയം തന്നെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സമരത്തെ പൂർണ്ണമായും അനുകൂലിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു മന്ത്രി R ബിന്ദു. എന്തായാലും ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കം ഈ ഒരു സമരത്തെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഇത്രത്തോളം അനുകൂലമായ ഒരു നിലപാട്. അവരുടെ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, അവരുടെ പരാതികളെല്ലാം ശരിയായിരുന്നു എന്നുള്ള തലത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അല്ലേ? തീർച്ചയായും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഓരോ പ്രശ്നങ്ങളും അത് കഴിഞ്ഞ അനക്സിൽ വെച്ച് തന്നെ മന്ത്രിയുടെ റൂമിൽ വെച്ച് തന്നെയായിരുന്നു ആ ഒരു ചർച്ച നടന്നത്. ആ ചർച്ച നടന്ന സമയത്ത് പോലും കൃത്യമായി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് മന്ത്രി സ്വീകരിക്കുകയും ചെയ്തത്. കാരണം വിദ്യാർത്ഥികൾ പറഞ്ഞ പല കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അത് തന്നെയാണ് ഇന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ വിശ്വാസം ആർജിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനമെന്നും മന്ത്രി R ബിന്ദു പറയുകയും ചെയ്തു. പക്ഷേ അതേസമയം അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉള്ളതായി മനസ്സിലാക്കുന്നു. അതായത് വിദ്യാർത്ഥികൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് കൃത്യമായി തന്നെയാണ് സർക്കാർ അത് വിലയിരുത്തുകയും ചെയ്തു. അതിൽ കഴമ്പുണ്ട് എന്ന രീതിയിൽ സർക്കാർ അത് മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അതേസമയം അടൂർ പറഞ്ഞ ചില കാര്യങ്ങളിൽ അത് അത്തരത്തിൽ പ്രശ്നമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ സർക്കാർ വീണ്ടും പരിശോധിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളും മന്ത്രി R ബിന്ദു പറയുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ ജാതി വിവേചനം നടക്കുക, അതോടൊപ്പം തന്നെ ഡയറക്ടറുടെ വസതിയിൽ ഇത്തരത്തിൽ ജോലിക്കാരെ നിയമിക്കുക എന്നീ കാര്യങ്ങളൊക്കെ സർക്കാർ അത് തീരുമാനിച്ചു എന്ന് തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മന്ത്രി മലക്കം അറിയുന്ന കാര്യങ്ങളിലേക്ക് പോയിരുന്നു. കാരണം ഇത്തരത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു. എന്തായാലും അടൂർ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അത് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ രാജി അത് മുഖ്യമന്ത്രിയുമായി തീരുമാനിച്ചതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകുള്ളൂ എന്നും മന്ത്രി R ബിന്ദു പറയുകയും ചെയ്തു. ആര്യ. തീർച്ചയായും നന്ദകുമാറാണ് വിവരങ്ങൾ നൽകുന്നത്.